ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് സ്നേഹത്തോടെ പറഞ്ഞു, അല്ലയോ ശിഷ്യന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ക്ഷണത്തിനായി കാത്തിരിക്കുന്നത് നിങ്ങളുടെ ധർമ്മത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും. അവിടെ നിങ്ങളെ ആരും ക്ഷണിച്ചില്ലെങ്കിലും പോകേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുപോലെ ജീവിതധർമ്മം കൂടിയാണ്. ഈ 7 സ്ഥലങ്ങളിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്ഷണിക്കാതെ തന്നെ തീർച്ചയായും പോകേണ്ട ആ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഞാനിന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും. 1. സഹോദരന്റെയോ സുഹൃത്തിന്റെയോ വളരെ വേണ്ടപ്പെട്ടവരുടെയോ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സ്ഥലം. അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ കന്യാദാനമാണ്. സഹോദരനും സുഹൃത്തും അടുത്ത ബന്ധുക്കളും ജീവിതത്തിൽ എന്നും സ്വന്തമാണ്. ജന്മം കൊണ്ടും രക്തബന്ധം കൊണ്ടും സഹോദരനും അടുത്ത ബന്ധുക്കളും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു. എന്നാൽ സുഹൃത്ത് എന്നത് നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ സ്നേഹം എന്നിവയാൽ സ്വന്തമാക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടുതന്നെ സൗഹൃദബന്ധം ചിലപ്പോൾ രക്തബന്ധത്തേക്കാൾ ആഴമേറിയതാകാറുണ്ടെന്നതാണ് സത്യം. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സഹോദരങ്ങളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തിന്റെയോ മകളുടെ വിവാഹം നടക്കുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അവിടെ പോകാതിരിക്കുന്നത് ഉചിതമാണോ? അവിടെ നിങ്ങളെ ക്ഷണിക്കാതെയും നിങ്ങൾ തീർച്ചയായും എത്തിച്ചേരണം. കാരണം വിവാഹം വെറുമൊരു സാമൂഹിക പരിപാടിയല്ല. പാരമ്പര്യം നിറഞ്ഞ കന്യാദാനവും ഒരു യജ്ഞമാണ്. ശാസ്ത്രങ്ങളിൽ കന്യാദാനത്തിന്റെ പ്രാധാന്യം ലോകത്തിലെ ഏറ്റവും ഉയർന്നതായി പറയപ്പെടുന്ന ഒന്നാണ്. അത് ഒരു പുതിയ കുടുംബത്തിന്റെ ഉദയവും മനുഷ്യന്റെ സംസ്കാരത്തിന്റെയും അന്തസ്സിന്റെയും പ്രതീകവുമാണ്. സഹോദരനോ സുഹൃത്തോ ബന്ധുവോ സ്വന്തം പെൺമക്കളെ യാത്രയാക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിരവധി ഭാവങ്ങൾ ഇരമ്പും. അഭിമാനം, വേദന, സ്നേഹം, പ്രതീക്ഷ. അങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം അവരുടെ മനസ്സിന് ബലം നൽകും. ഓർക്കുക, ജീവിതത്തിൽ ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ക്ഷണിക്കാതെ അങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ എത്തിയാൽ നിങ്ങളുടെ സ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലുമുണ്ടെന്ന് അത് തെളിയിക്കുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും സാന്നിധ്യം ആ കുടുംബത്തിന് ഒരു താങ്ങും തണലുമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ചിന്തിക്കൂ. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കും സുഹൃത്തിനും ബന്ധുക്കൾക്കുമിടയിൽ സംസാരം നിലച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, അവരുടെ ഏറ്റവും വലിയ ആഘോഷത്തിൽ പോലും നിങ്ങൾ പങ്കെടുക്കാതിരിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ആ നിമിഷം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് നിങ്ങൾ അവിടെ എത്തിച്ചേരണം. കാരണം ഒരു പെൺകുട്ടിയുടെ വിവാഹം അവളുടേത് മാത്രമല്ല, മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനും ആഘോഷമാണ്. ക്ഷണിക്കാതെയും നിങ്ങൾ വിവാഹത്തിനെത്തുമ്പോൾ ആ കുടുംബത്തിന്റെ സുഖദുഃഖങ്ങൾ നിങ്ങൾ സ്വന്തമായി കണക്കാക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇതിലൂടെ ബന്ധങ്ങൾക്ക് ആഴം നൽകുന്നു. വിവാഹം 2 വ്യക്തികളുടെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ സംഗമമാണ്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ അത് സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്തുന്നു. പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നത് പുണ്യം നൽകുന്ന പ്രവൃത്തിയായി ശാസ്ത്രങ്ങൾ പറയുന്നു. നിങ്ങളുടെ സാന്നിധ്യം ആ കുടുംബത്തിന് ഒരു അനുഗ്രഹം പോലെയായിരിക്കും. മകളെ യാത്രയാക്കുമ്പോൾ വിടവാങ്ങലിന്റെ വികാരനിർഭരമായ നിമിഷം വരുമ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണുകൾ ചുറ്റും തങ്ങളുടെ സ്വന്തക്കാരെ തിരയും. അവർ നിങ്ങളെ അവിടെ കാണുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് വലിയ ആശ്വാസം ലഭിക്കും. സ്വന്തക്കാരുടെ ശുഭകാര്യങ്ങളിൽ പങ്കുചേരുക എന്നതാണ് യഥാർത്ഥ ധർമ്മം. അതുകൊണ്ട് വിവാഹം നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരേണ്ടത് ധർമ്മമാണ്. ഇത് കടമ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥവും അഭിമാനവും കൂടിയാണ്. 2. ഗുരുവിന്റെ വീട് അഥവാ അറിവിന്റെ ക്ഷേത്രം. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം അറിവാണ്. മാതാപിതാക്കൾ നിങ്ങളെ പോറ്റി വളർത്തുന്നു. എന്നാൽ ജീവിതത്തിൽ ശരിയായ പാതയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഗുരു മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഗുരുവിന്റെ വീട് വളരെ പ്രാധാന്യമുള്ള ഒരിടമാണ്. അവിടെ നിങ്ങളെ ക്ഷണിക്കാതെയും നിങ്ങൾക്ക് പോകാം. അവശ്യ സമയത്ത് അവിടെ എത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. കാരണം ഗുരുവിന്റെ വീടിന്റെ വാതിൽ എപ്പോഴും ശിഷ്യനുവേണ്ടി തുറന്നിരിക്കും. ഗുരു ഉള്ളത് എവിടെയായാലും അത് വെറും 4 ചുവരുകളുള്ള കെട്ടിടമല്ല. അത് അറിവിന്റെ ക്ഷേത്രമാണ്. അതൊരു പുണ്യസ്ഥലമാണ്. അവിടെ ഇരിക്കുമ്പോൾ ശിഷ്യന്റെ ജീവിതത്തിൽ പുതിയ സംസ്കാരങ്ങൾ, പുതിയ ചിന്തകൾ എന്നിവയുടെ പ്രവാഹമുണ്ടാകുന്നു. നിങ്ങൾ യഥാർത്ഥ ശിഷ്യഗണങ്ങളാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിന്റെ പ്രധാന കാരണം ഭാഗ്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഗുരുവിന്റെ സാമീപ്യമാണ് വിജയത്തിലേക്കുള്ള വാതിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗുരുവിന്റെ വീട് അല്ലെങ്കിൽ വിദ്യ നൽകുന്ന ഇടം സന്ദർശിക്കുന്നത് പുതിയ ദിശാബോധം നൽകുന്നു. നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കേവലം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും അത് സഹായകമാകുന്നു. ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എപ്പോഴും വിനയത്തോടും ശ്രദ്ധയോടും കൂടി പോവുക. ഒഴിഞ്ഞ കൈകളോടെ പോകരുത്. 3. സത്സംഗം അഥവാ സജ്ജനങ്ങളുടെ കൂട്ടായ്മ.
ജീവിതത്തിൽ നമ്മുടെ കാലെടുത്ത് കുത്തുന്നത് പാഴായി പോകില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അതാണ് സത്സംഗം. എവിടെയാണോ ഈശ്വരനാമം, ധർമ്മോപദേശം, ഭജന, കഥകൾ എന്നിവ നടക്കുന്നത്, സന്യാസിമാരുടെയും അറിവുള്ളവരുടെയും കൂട്ടായ്മ നടക്കുന്നത്, അവിടെ ക്ഷണിക്കാതെ നിങ്ങൾ എത്തിച്ചേരണം. ഈ സ്ഥലം നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും മുഴുവൻ ജീവിതത്തിനും പുതിയ ദിശാബോധം നൽകുന്നു. നിങ്ങൾ ഈശ്വരനാമം, ഭജന, കഥകൾ എന്നിവയുടെ നടുവിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യം തനിയെ കഴുകിപ്പോകാൻ തുടങ്ങും. അതിമോഹം ഇല്ലാതാകുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണരുന്നു. ആ കഴിവുകൊണ്ട് ആത്മാവ് സ്ഥിരമാകുന്നു. സത്സംഗം ഒരു പാഠശാല പോലെയാണ്. അവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു, നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുന്നു, ഈശ്വരനോടുള്ള സ്നേഹം ഉണർത്തുന്നു. ഈശ്വരനോടുള്ള ബഹുമാനത്തിന്റെയും ഭക്തിയുടെയും തെളിവാണ് സത്സംഗത്തിൽ ക്ഷണിക്കാതെ ചെല്ലുന്നത്. 4. മാതാപിതാക്കളുടെ വീട്. ഈ ലോകത്ത് മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ദൈവങ്ങൾ. അവരുടെ വീടാണ് ഏറ്റവും പവിത്രമായ സ്ഥലം. അവിടെ ക്ഷണിക്കാതെ വീണ്ടും വീണ്ടും പോകണം. കാരണം മാതാപിതാക്കളുടെ വീടാണ് ഈ ലോകത്ത് യഥാർത്ഥ ദൈവത്തെ കാണാനുള്ള എളുപ്പവഴി. അച്ഛനും അമ്മയും നിങ്ങൾക്ക് പ്രത്യക്ഷ ദൈവങ്ങളാണ്. അവരുടെ വീട്ടിൽ പോകുന്നത് വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് നിങ്ങളുടെ കടമയുടെ പൂർത്തീകരണമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ദൂരത്താണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും അവിടെ എത്തിച്ചേരുക, അവരോടൊപ്പം ജീവിക്കുക, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക. ഇത് നിങ്ങളുടെ ധർമ്മവും നീതിയുമാണ്. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും അകറ്റുന്ന കവചമായി മാറും. 5. ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട്. വിവാഹം 2 വ്യക്തികളുടെ മാത്രമല്ല, 2 കുടുംബങ്ങളുടെ സംഗമമാണ്. വിവാഹശേഷം ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട് പുരുഷന്മാർക്ക് രണ്ടാമത്തെ വീടാണ്. അവിടെ ക്ഷണിക്കാതെ പോകേണ്ടത് അവരുടെ ധർമ്മമാണ്. അവർ ഭാര്യയുടെ മാതാപിതാക്കളാണ്. അവരെ ആദരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാര്യയോടുള്ള സ്നേഹമായി അവർ കണക്കാക്കും. ഇത് നിങ്ങളും അവരുമായുള്ള ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കും. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം രക്തബന്ധം പോലെ തന്നെ ശക്തിപ്പെടുത്തുകയും കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ അന്തസ്സിന്റെ അടയാളമാണ്. 6. സ്വന്തം മുത്തശ്ശന്റെ, അമ്മയുടെ അച്ഛന്റെ വീട്. സ്നേഹവും സ്വന്തമെന്ന ഭാവവും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മുത്തശ്ശന്റെ വീട്. ഈ വീട് നിങ്ങൾക്ക് പ്രത്യേകമായ ഒന്നാണ്. കാരണം അവിടെ നിങ്ങൾക്ക് അധിക സ്നേഹവും അനുഗ്രഹവും മുൻപ് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. മുതിർന്നവരുടെ അനുഗ്രഹം ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ടുവരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അവിടെ ക്ഷണിക്കാതെ പോകുന്നത് കുടുംബ ബന്ധങ്ങളോടുള്ള നിങ്ങളുടെ ബഹുമാനം കാണിക്കുന്നു. മുത്തശ്ശന്റെ വീട് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഉറവിടം കൂടിയാണ്. ആ പാരമ്പര്യം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പകരാൻ നിങ്ങൾക്ക് ഈ സന്ദർശനം അനിവാര്യമാണ്. 7. സ്വന്തക്കാരുടെ മരണം. മരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. നിങ്ങളുടെ ഏതെങ്കിലും സ്വന്തക്കാർക്ക് മരണം സംഭവിക്കുമ്പോൾ അവിടെ ക്ഷണിക്കാതെ തീർച്ചയായും പോകണം. ഇത് ധാർമ്മികവും സാമൂഹികവുമായ കടമയാണ്. ഈ ലോകം ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ്. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിൽ നീ ക്ഷണിക്കാതെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ സാന്നിധ്യം അവർക്ക് താങ്ങും തണലും നൽകുന്നു. വേർപാടിന്റെ ദുഃഖത്തിന്റെ ആ ഘട്ടത്തിൽ വാക്കുകളെ അല്ല അവർക്കാവശ്യം, അവരുടെ വേദനയിൽ പങ്കുചേരുന്ന, അവരെ ചേർത്തു നിർത്തുന്ന ഒരു സാന്നിധ്യമാണ്. മരണസമയത്ത് എല്ലാവരും ഒത്തുചേർന്ന് ആ കുടുംബത്തിന് ശക്തി നൽകുക എന്നത് സമൂഹത്തിന്റെ ധർമ്മമാണ്. സ്വന്തക്കാരുടെ മരണത്തിൽ പോകുന്നത് ജീവിതത്തിന്റെ ക്ഷണികമായ അവസ്ഥ അംഗീകരിക്കാൻ കൂടിയാണ്. ഇത് നമ്മെ വിനയമുള്ളവരാക്കുകയും കൂടാതെ സ്വന്തം മനസ്സിന് ശാശ്വതമായ ആത്മബോധം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദുഃഖമുള്ള ഭവനത്തിൽ ക്ഷണിക്കാതെ എത്തുന്നത് നിങ്ങളുടെ കടമയുടെയും മനുഷ്യത്വത്തിന്റെയും ഉത്തമ തെളിവാണ്. ഈ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും നേടിത്തരും. ക്ഷണിക്കപ്പെടാത്ത യാത്രകൾ നിങ്ങളുടെ സ്വഭാവത്തിന്റെ മഹത്വമാണ് ലോകത്തിന് കാണിച്ചുകൊടുക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ അല്ല, പ്രവൃത്തികളാണ് നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്നത്. ചാണക്യൻ നമുക്ക് പകർന്നു തന്ന ഈ അറിവുകൾ അമൂല്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി നീതിയുടെയും വിജയകരമായ ജീവിതത്തിന്റെയും അമൂല്യമായ പാഠങ്ങൾ ഓരോ എപ്പിസോഡിലൂടെയും കൊണ്ടുവരാറുണ്ട്. ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോയും ആദ്യം നിങ്ങളിലെത്താൻ സഹായിക്കുന്നതിന് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണ്. ഈ വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മടികൂടാതെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ധർമ്മത്തിന്റെ പാതയിൽ വിജയിക്കട്ടെ. നന്ദി.